സാധാരണയായി നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ ഒരു നിഗമനവും നിരീക്ഷണവും കിട്ടുന്ന വിവരങ്ങളെ അനലൈസ് ചെയ്തൊക്കെയാണ് നമ്മൾ വിവരങ്ങൾ പറയുന്നത്. എന്നാൽ ഈ പത്രങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ ഇനി നോക്കേണ്ടതുണ്ട്. അടുത്ത 10-8 ദിവസം ഓരോ പത്രങ്ങളും എന്താണ് അവരുടെ ലീഡ് ന്യൂസുകൾ, അവർ കൊണ്ടുവരുന്ന സർവേകൾ എന്തൊക്കെയാണ്, ഇത് നമുക്കൊന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മലയാള മനോരമയുടെ ഇന്നലത്തെ സർവേ, കഴിഞ്ഞ ദിവസത്തെ സർവേയിൽ അവർ മലപ്പുറം, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ വളരെ കൃത്യമായി UDFന് വലിയ അപ്പർ ഹാൻഡ് ഉണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് കൊണ്ടുവന്നിരുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ 1-2 സീറ്റ് ഒഴിച്ച് മിക്കവാറും എല്ലാ സീറ്റുകളും, തവന്നൂർ ഉൾപ്പെടെയുള്ള എല്ലാ സീറ്റുകളും UDF പിടിക്കും, ലീഗ് പിടിക്കാൻ സാധ്യതയുണ്ട്. VS ജോയ് വരെ ജയിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ബേപ്പൂരിൽ അൻവർ മുഹമ്മദ് റിയാസുമായിട്ടുള്ള മത്സരം വളരെ കടുത്ത മത്സരമാണെന്നുള്ള റിപ്പോർട്ട് വരെ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കിടക്കുന്നത് മധ്യ കേരളത്തിലെ ഒരവസ്ഥയാണ്. ബാക്കി മണ്ഡലങ്ങൾ ഇന്ന് രാത്രി ആയിരിക്കും വരുന്നത്, തെക്കൻ കേരളത്തിന് ഇന്നായിരിക്കും വരുന്നത്. പക്ഷേ തെക്കൻ കേരളത്തിൽ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ കടുകട്ടി മത്സരമായിരിക്കും, വളരെ രസകരമായിരിക്കും. അതേസമയം ഇപ്പോൾ പ്രവചിച്ചിരിക്കുന്ന ജില്ലകൾ എന്ന് പറയുന്നത്, ഞാൻ മനോരമയുടെ തന്നെ പത്രം തന്നെ കോട്ട് ചെയ്യുകയാണ്. അവർ സി വോട്ടർ അഭിപ്രായ സർവേ, മനോരമ ന്യൂസ് ആൻഡ് സി വോട്ടർ അഭിപ്രായ സർവേയിൽ നിന്ന് വന്നിരിക്കുന്നത് തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം ജില്ലകളിലൂടെ 52 സീറ്റുകളിൽ UDFന്, അതായത് 4 ജില്ലകളിലെ 52 സീറ്റുകളിൽ UDFന് 29 മുതൽ 33 വരെ സീറ്റ് ലഭിച്ചേക്കാം. വലിയ അപ്പർ ഹാൻഡാണ് പറയുന്നത്. 20 മുതൽ 24 വരെ സീറ്റാണ് LDFനുള്ളത്. അപ്പോൾ വലിയ ഒരു മുൻതൂക്കമാണ് UDFന് പറയുന്നത്. 5 ജില്ലകളിലായിട്ട് 53 സീറ്റിൽ UDFന് 29-33, LDFന് 20-24. NDAക്ക് ഒരു സീറ്റ് പറയുന്നുണ്ട്. NDAക്ക് പറയുന്ന സീറ്റ് തൃശ്ശൂരും, NDAക്ക് ഒരു സീറ്റ് പറഞ്ഞാൽ പോരാ, കാരണം തൃശ്ശൂരും പാലക്കാടും ഇടിച്ചു നിൽക്കുകയാണ്. അതുപോലെ കോട്ടയത്തെ പാലയും ഇടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു സീറ്റ് പറഞ്ഞാൽ NDAക്ക് മതിയോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും 101 സീറ്റുകളിൽ UDFന് 57 മുതൽ 65 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ UDF അധികാരത്തിൽ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. LDFന്റെ സാധ്യത 36 മുതൽ 44 വരെ സീറ്റാണ്. ഇതാണ് മനോരമയുടെ ഇന്നത്തെ റിപ്പോർട്ടിംഗ്. അത് മനോരമയുടെ കണ്ടുപിടുത്തമല്ല, സർവേയുടെയാണ്. LDF ഉറച്ച മണ്ഡലങ്ങളെങ്കിലും 2 സീറ്റ് വരെ, NDAക്ക് ഉറച്ച മണ്ഡലങ്ങളില്ലെങ്കിലും 2 സീറ്റ് വരെ, അതാണ് ഞാൻ പറഞ്ഞത്. പാലക്കാടും തൃശ്ശൂരും ഇതിനകത്ത് വരുന്നു. പക്ഷേ കോട്ടയവും കൂടി വരേണ്ടി വരും. 20 മുതൽ 24 വരെ സീറ്റുകളുണ്ട് UDFന് നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. 21 അപേക്ഷിച്ച് 20 മുതൽ 28 സീറ്റ് അധികം ലഭിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ പാലക്കാട് ജില്ലയിൽ ഇക്കുറിയും LDFന് തന്നെയാണ് വ്യക്തമായ മുൻതൂക്കം. 12 മണ്ഡലങ്ങളിൽ 8-10 സീറ്റ് അവർ നേടും. UDFന് 2 മുതൽ 4, NDAക്ക് വിജയസാധ്യത പാലക്കാട് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനെ ഈ സർവേയിൽ വിജയിച്ചതായി പറയുന്നില്ല. തൃശ്ശൂർ 13 മണ്ഡലങ്ങളിൽ 9-11 LDF നേടിയേക്കാം. UDFന് 2, NDAക്ക് 1. അപ്പോൾ തൃശ്ശൂരിലാണ് വളരെ കൃത്യമായി പത്മജ വേണുഗോപാൽ ജയിക്കും എന്നുള്ളതാണ് ഈ സർവേയുടെ മറ്റൊരു പ്രത്യേകത പറയുന്നത്. എറണാകുളത്ത് വരുമ്പോൾ 14 മണ്ഡലങ്ങളിൽ 12 മുതൽ 14 വരെ UDFന് ലഭിച്ചേക്കാം. എല്ലാ മണ്ഡലങ്ങളും UDFന് ലഭിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ തമാശ, രാജീവ് അടക്കം കളമശ്ശേരിയിൽ തോക്കുമോ? അത് വലിയ ചോദ്യമാണ്. രാജീവ് തോക്കുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. NDAക്ക് ഒരിടത്തും ഇടുക്കി 5-ൽ 2 മുതൽ 5 വരെ സീറ്റും, എല്ലാ സീറ്റും UDF നേടിയേക്കാം. അങ്ങനെയാണെങ്കിൽ റോഷി അഗസ്റ്റിൻ തോക്കുമോ? ഇതാണ് വളരെ രസകരമായൊരു കാര്യം. ഇടുക്കിയിലും NDAക്ക് വിജയ സാധ്യതയില്ല. കോട്ടയത്ത് 9 സീറ്റുള്ള കോട്ടയത്ത് UDFന് 7 മുതൽ 9 സീറ്റ് വരെ ലഭിക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ LDFന് 2 സീറ്റ് വരെയാണ് പ്രവചിക്കുന്നത്, NDAക്ക് 1 സീറ്റും പ്രവചിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ കോട്ടയത്ത് 9 സീറ്റും കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ എന്താ തമാശ? അവിടെ ജോസ് കെ മാണി തോറ്റുപോകുമോ? അപ്പോൾ ജോസ് കെ മാണി, P രാജീവ്, റോഷി അഗസ്റ്റിൻ, ഇതാണ് നമ്മൾ ഇന്ന് വായിച്ചെടുക്കേണ്ടത്, അല്ലാതെ സീറ്റിൻ്റെ എണ്ണമല്ല. 3 പ്രധാനപ്പെട്ട ആളുകൾ തോറ്റു പോകുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കേരള രാഷ്ട്രീയം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കഥയാണ്. എന്തായാലും മനോരമ ഈ ന്യൂസാണ്, സർവേ ആണ്. അപ്പോൾ സർവേകൾ പലതും അതുപോലെ വരണം എന്ന് നിർബന്ധമില്ല. അത്
തീർച്ചയായിട്ടും ജനങ്ങൾ ഈ സർവേ വന്നാലുള്ളൊരു ഗുണവും ദോഷവുമുണ്ട്. ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് സർവേ. അപ്പോൾ കുറേ ആളുകളെ സർവേ സ്വാധീനിക്കും. ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ നമുക്കിപ്പോൾ UDF ആണ് അപ്പർ ഹാൻഡെങ്കിൽ UDF വോട്ട് ചെയ്ത് കളയാം എന്ന് വിചാരിക്കും. പക്ഷേ വേറെ ചിലർ വിചാരിക്കും അയ്യോ സർവേ പ്രകാരം UDF-നാണല്ലോ, അതുകൊണ്ട് നമുക്ക് LDF-ന് വോട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നവരുമുണ്ട്. LDF തോറ്റുപോകും എന്നുള്ളത് കൊണ്ട് UDF-ന് വോട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നവരുമുണ്ട്. അതുപോലെ തന്നെ UDF എന്തായാലും ജയിക്കുമല്ലോ എന്ന് UDF-കാർക്ക് ആലസ്യപ്പെടാനും സാധ്യതയുണ്ട്. നമ്മൾ തോറ്റുപോകുമല്ലോ എന്ന് വിചാരിച്ച് LDF-കാർ ഉണർന്ന് പ്രവർത്തിക്കാനും സാധ്യതയുണ്ട്. മറ്റൊരു സാധ്യതയുള്ളത് ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഡീലുകൾ കൂടാനും സാധ്യതയുണ്ട്. ഇതാണ് രാഷ്ട്രീയം. ഡീലുകൾ ഒരുപാട് കൂടും. കാരണം തോറ്റുപോകുമെന്ന് പറയുന്ന മണ്ഡലങ്ങളിൽ അവിടുത്തെ ബൂത്തുകൾ കണക്കാക്കി എണ്ണിപ്പറക്കി വളരെ കൃത്യമായ ഡീലുകൾ നടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സർവേ വന്നാൽ സർവേക്ക് വലിയ സാധ്യതയാണുള്ളത്. ഇപ്പോൾ വടക്കൻ കേരളവും മധ്യ കേരളവും കൂടി നോക്കുമ്പോൾ UDF-ന് വലിയ അപ്പർ ഹാൻഡാണ് കിട്ടിയിരിക്കുന്നത്. 100 സീറ്റിൽ 65 സീറ്റിൽ അധികം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് 7 സീറ്റ് കൂടി തെക്കൻ കേരളത്തിൽ നിന്ന് കിട്ടിയാൽ തീർച്ചയായിട്ടും 7 സീറ്റിൽ കൂടുതൽ കിട്ടാൻ സാധ്യതയുണ്ടല്ലോ. ഈ 3-4 മണ്ഡലങ്ങളിൽ നിന്ന് കിട്ടിയാൽ 72 എന്ന് പറഞ്ഞുള്ള മാജിക് നമ്പറിൽ, അല്ലെങ്കിൽ 71, 72 എന്ന് പറയുന്ന മാജിക് നമ്പറിൽ വരാം. പിന്നെ അവർക്ക് കിട്ടുന്നതെല്ലാം അവരുടെ ബോണസാണ്. പക്ഷേ 100 സീറ്റിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് സതീശൻ വനവാസത്തിന് പോകുമോ എന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. പക്ഷെ സതീശൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ വനവാസത്തിന് പോകേണ്ട കാര്യമില്ല, കാരണം ഞാൻ അങ്ങനെ അല്ല പറഞ്ഞത്. അധികാരത്തിൽ 100 സീറ്റോളം എന്ന് പറഞ്ഞൊരു മെച്ചപ്പെട്ട അധികാരത്തിൽ വരവ് നടക്കും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഇത് വളരെ വളരെ കൃത്യമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. എന്തായാലും മനോരമയുടെ സീനൂസ് സർവേ, സീനൂസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളവരല്ല, പുറത്തുള്ള ഏജൻസിയാണ്. അപ്പോൾ അവർ 2 കൂട്ടരും കൂടെ നടത്തിയിരിക്കുന്ന സർവേ അനുസരിച്ചാണെങ്കിൽ തീർച്ചയായിട്ടും UDF കേരളത്തിൽ കേവല ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. കാരണം 65 ഉള്ളവർക്ക് ഇനി 7 സീറ്റ് പിടിക്കുക പ്രയാസമല്ല. പക്ഷേ 7 സീറ്റ് അല്ല, കൂടുതൽ സീറ്റ്. അപ്പോൾ ഒരു 85 സീറ്റ്. ഞങ്ങൾ ആദ്യം മുതലേ പറയുന്നത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ 80-നും 85 ഇടയ്ക്ക് സീറ്റ് പിടിക്കും. ഒരു 5-നും 7-നും ഇടയ്ക്ക് സീറ്റ് BJP കൊണ്ടുപോയാലും അത്ഭുതമില്ല. ബാക്കി വരുന്ന 55-നും 50-നും 55-നും ഇടയ്ക്കുള്ള സീറ്റ് LDF പിടിക്കാനുമുള്ള സാധ്യതയുണ്ട് എന്നതാണ് ഞങ്ങളുടെ കാൽക്കുലേഷൻ. പലവട്ടം ഞങ്ങൾ ഇത് വീഡിയോയിൽ പറയുകയാണ്, ഒന്നുകൂടി ഉറപ്പിക്കുന്നു.